സമയം കറക്റ്റ് 7 മണി കേട്ടോ. 8:15 ജോലിക്ക് പോകണം. അപ്പോൾ എന്താ പറയുക, രാവിലെ എഴുന്നേൽക്കണം, ജോലികൾ ചെയ്യണം, ഓഫീസിലോട്ട് പോകണം, രാവിലത്തെ ഫുഡ്, ഉച്ചയ്ക്കത്തെ ലഞ്ച്, പാക്ക്, ഒന്നും പറയണ്ട, ഹറി പറയായിട്ടുള്ള ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേട്ടോ. എല്ലാവരും വിശേഷം എന്താ? മോർണിംഗ് തകർപ്പനായിട്ടാണോ നിങ്ങളെല്ലാവരും ഉണ്ടാവുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യുക കേട്ടോ. രാത്രി ബ്രഷ് ചെയ്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മളെ കുക്കറിലാണ് നമ്മൾ റൈസ് വെക്കുന്നത്. ഞാൻ രാത്രി തന്നെ മാക്സിമം കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് വെക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ രാവിലെ നമുക്ക് വലിയ തിരക്കുകളില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ വൻപയർ ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ നല്ല രസം ഉണ്ടാക്കി വെച്ചായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ചുമ, കൊര, പനി ഇതൊക്കെ ഉള്ളത് കാരണം ഞാൻ എന്താക്കി, രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. കുറച്ച് നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് രസം അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി. പിന്നെ വൻപയർ കഴുകിയിട്ട് രസവും വൻപയറും ഒരു മുട്ടയൊക്കെ പൊരിക്കാമെന്നാണ് ഇന്നത്തെ ലഞ്ച് ബോക്സാണ് നമ്മൾ രണ്ടുപേരും കൊണ്ടുപോകുന്നത്. ലഞ്ച് ബോക്സ് മീൻസ് ടിഫിൻ ബോക്സിലോട്ട് ആക്കാനുള്ള ഫുഡാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും കുക്കറിലാവാണ്, ചോറും വൻപയറും. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുറച്ച് പഴമുണ്ട്. അപ്പോൾ നല്ല പുട്ടും പഴവും പപ്പടമൊക്കെ ആണെങ്കിൽ രസമല്ലേ. രാവിലെ അങ്ങനെ കഴിച്ചിട്ട് പോകാനുള്ള ടൈം ഉണ്ടാവാറില്ല, എന്നാലും നമ്മൾ ഉണ്ടാക്കും. കാരണം രണ്ടുപേരും കുറച്ച് കഴിക്കുള്ളൂ. എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേന്ന് വെച്ചപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ, ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ കെട്ടിയനാണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ടില്ല. ചില സമയത്ത് നേരത്തെയൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ഓംലേറ്റൊക്കെ പൊരിക്കാമെന്ന് വിചാരിച്ച്. ടിഫിൻ ബോക്സ് ആക്കലാണ് ഏറ്റവും പണി കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിനിടയ്ക്ക് ഉണ്ടാക്കണം. അപ്പോൾ എന്താ പറയുക, പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മാസം ഇപ്പോൾ സ്റ്റാർട്ടാവുകയാണ്. ദൈവം സഹായിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആരോഗ്യമായിട്ട് തന്നെ ഞാൻ ഇരിക്കുന്നു. എന്താ പറയുക, ജോലിക്കൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കുള്ള നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്നാലും കുഴപ്പമില്ല. പിന്നെ അമ്മേനെ ഇങ്ങനെ ഇടയ്ക്ക് സങ്കടം വരും, ഭയങ്കര മിസ്സിങ് വരും. ഇങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ തന്നെ സ്വന്തം ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര മടുപ്പാണ്. അപ്പോൾ ഭയങ്കര സങ്കടം വരും കേട്ടോ, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലേ എന്നൊക്കെ. പക്ഷെ പിന്നെ നമ്മൾ മൂവ് ചെയ്യാതെ പറ്റത്തില്ലല്ലോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല. അപ്പം ഞാൻ ഓംലേറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ പുള്ളി വന്നിട്ട് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ഇടയ്ക്കൊക്കെ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അറിയുന്ന പോലെയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. അതിലൊക്കെ ഒരു സന്തോഷം. അങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരു ഭാഗ്യമാണല്ലോ അല്ലേ. ഒട്ടും ഉണ്ടാക്കാതെ ഒട്ടും ആ സൈഡ് മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ പെട്ടുപോയേനെ. അപ്പോൾ അങ്ങനെ ഒരു സമാധാനം ഉണ്ട്, അതിലൊരു സന്തോഷം കേട്ടോ. മുട്ടയൊക്കെ പൊരിച്ചേ. പിന്നെ നമ്മളെ വൻപയർ ഞാൻ വിചാരിച്ച് കുറച്ച് ഒരു ചെറിയൊരു ഗ്രേവി ഇല്ലാതെ ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാമെന്ന്. ഉപ്പേരി എന്ന് പറഞ്ഞാൽ നമ്മളെ മലബാർ ഭാഗത്ത് ഉപ്പേരി എന്ന് പറയും. ചിലപ്പം തെക്ക് ഭാഗത്ത് നമ്മൾ എന്താ പറയുക, തോരൻ, എനിക്കറിയില്ല എന്താ പറയണ്ടേന്ന്. അപ്പോൾ രസവും വൻപയറും മുട്ടയൊക്കെ നല്ല രസമാട്ടോ കഴിക്കാൻ. രസത്തിൻ്റെ കൂടെ വൻപയർ നല്ല കോമ്പിനേഷനാണ്. കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടിഫിൻ ബോക്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെ വോയിസ് ഓവർ കൊടുക്കാൻ രാവിലെ മീൻസ് ഓൺ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം രാവിലെ എല്ലാം കൂടെ നടക്കത്തില്ല, എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ള സമയവും കിട്ടൂല. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് പപ്പടം കൂടെ ചുട്ടെടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും അരിപ്പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അരിപ്പുട്ട് ഇടയ്ക്ക് ഞാൻ ഗോതമ്പൂട്ടൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇന്നിപ്പം ഏറ്റവും സിമ്പിൾ നമുക്ക് റെഡിമെയ്ഡ് പൊടിയൊക്കെ ആണെങ്കിൽ നല്ലപോലെ സിമ്പിളാണല്ലോ. അപ്പോഴേക്കും ചോറൊക്കെ വെന്ത് സെറ്റായിട്ട് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ നെല്ലിക്ക അച്ചാറാട്ടോ. ഞാനിപ്പോൾ നെല്ലിക്ക അച്ചാറും നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി. അപ്പോഴേക്കും ഇതിനിടയ്ക്ക് തന്നെ ഞാൻ പുട്ടും പഴവും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചായയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കള്ളത്തരം പോലെ ഇരുന്ന് കഴിക്കണ കണ്ടോ, എന്തിനാണെന്നെനിക്കും അറിയില്ല. അങ്ങനെ പുള്ളി കഴിച്ചു, അതിന് ശേഷം ഞാനും കഴിച്ചു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, തിരക്കായി. പിന്നെ ഓഫീസിലോട്ട് പോകാനുള്ള ഒരു ഗെറ്റ് റെഡി വീഡിയോ ആണ്. നമ്മൾ സൺസ്ക്രീൻ ഇടും. നമ്മൾ ഏത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നതെന്ന് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഏകദേശം അറിയുമായിരിക്കും, UV ഡോക്സ് കേട്ടോ. അപ്പോൾ അത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. മുഖത്ത് പുട്ടി അടിച്ച പോലെയുള്ള ലൈറ്റിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ചെറിയൊരു പുട്ടി ലുക്ക് ഉണ്ടാവും. പക്ഷെ പുട്ടിയൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ സൺസ്ക്രീൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കണ്ണും എഴുതി ലിപ്സ്റ്റിക്കും ഇടും.
ഇത്ര ഓവറായിട്ട് ലിപ്സ്റ്റിക്ക് ഞാൻ സാധാരണ ഇപ്പോൾ കുറേ നാളായിട്ട് ഇടാറില്ല. ഇതെന്തായാലും പോവും. പിന്നെ എൻ്റെ മുടി കൊഴിച്ചിലുണ്ടല്ലോ, ഒടുക്കത്തെ കൊഴിച്ചിലാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡിയും കഴിഞ്ഞ് കേട്ടോ. ഇനി ഞാൻ നേരെ ഓഫീസിലോട്ട് പോകണം. ചാടി പിടിച്ച് ബസ്സൊക്കെ കയറി വേണം പോവാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത് കേട്ടോ. ഇതെൻ്റെ ഒരു ഹറിബറി ആയിട്ടുള്ള മോർണിംഗ് റൂട്ടീനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എൻ്റെ വയറിങ്ങനെ കുറച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ പോകുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ കേട്ടോ.